പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കാസർഗോഡ് ശ്രേയ എന്ന് പറയുന്ന 15 വയസ്സുകാരി അവളുടെ സഹോദരിക്കൊപ്പം ഉറങ്ങുവാൻ കിടന്നാണ്. രാവിലെ ഉണർന്നു നോക്കുമ്പോൾ സഹോദരി ശ്രേയയെ കട്ടിലിൽ കാണുന്നില്ല, കതക് തുറന്നു കിടക്കുന്നു. അന്വേഷണം നീണ്ടു ചെന്നത് ശ്രേയയുടെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയായ പ്രദീപ് എന്ന 42 വയസ്സുകാരനിലേക്കാണ്. കാരണം ശ്രേയയുടെ മൊബൈലോട്ട് വിളിക്കുമ്പോഴും റിങ് ചെയ്യുന്നുണ്ട്, മൊബൈൽ അറ്റൻഡ് ചെയ്യുന്നില്ല. പ്രദീപിനെ വിളിക്കുമ്പോഴും റിങ് ചെയ്യുന്നുണ്ട്, മൊബൈൽ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരു അച്ഛൻ്റെ സുഹൃത്തും അടുത്ത അയൽക്കാരനും എന്ന രീതിയിൽ പ്രദീപിനെയാണ് പെട്ടെന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ മൊബൈൽ അറ്റൻഡ് ചെയ്യുന്നില്ല. സംശയം സ്വാഭാവികമായും പ്രദീപിൻ്റെ അടുത്തേക്ക് നീണ്ടുപോയി. മാത്രമല്ല, കുറച്ചു സമയത്തിനധികം രണ്ടുപേരും മിസ്സിംഗ് ആണെന്ന യാഥാർത്ഥ്യം നാട്ടുകാർക്കും കുടുംബക്കാർക്കും പോലീസിനുമൊക്കെ ബോധ്യമാവുകയാണ്. മിസ് ചെയ്ത് ഏകദേശം 26 ദിവസം കഴിഞ്ഞ് ഇന്നലെ ഇരുവരുടെയും മൃതദേഹം വീട്ടിനടുത്ത് വെറും 200 മീറ്റർ മാത്രം അകലെയുള്ള ഒരു പൊന്തക്കാടിൽ നിന്നും കിട്ടുമ്പോൾ യാഥാർത്ഥ്യമാകുന്ന സംഗതി എന്ന് വെച്ചാൽ മൃതദേഹത്തിന് പഴക്കം വെറും 11-12 ദിവസം മാത്രമാണ്. ഏകദേശം 26 ദിവസത്തോളമായി ഇവരെ കാണാതായിട്ട്. ഇത്രത്തോളം ദിവസം ഇവരെവിടെയായിരുന്നു? പ്രദീപ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണോ, അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു? പ്രായത്തിൽ വലിയ അന്തരമുണ്ട്. 42-ഉം 15-ഉം വലിയ ഒരു അന്തരമുണ്ട്. പ്രദീപിന് 42 വയസ്സാണ്. അച്ഛൻ്റെ സുഹൃത്താണ്. മിക്കപ്പോഴും ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുക. ഇത്രയും പ്രായം ഉള്ളത് കൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു. മിക്കപ്പോഴും ഈ പെൺകുട്ടി ഇയാളും ഒരുമിച്ച് പല സ്ഥലത്തും പോകുമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരികയാണ്. എന്തായാലും അച്ഛൻ്റെ സുഹൃത്താണ്, അച്ഛനെ കണക്ക് കാണേണ്ട ഒരാളാണ്, തിരിച്ച് അയാളും മകളെ കണക്ക് കാണേണ്ട ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് സ്വാഭാവികമായി, നാട്ടുകാർക്കൊന്നും സംശയം ഉണ്ടാകുന്നതിന് തരമില്ല. പക്ഷേ ഇപ്പോൾ ഇത് വന്നു നിൽക്കുന്നത് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിലുണ്ടായ വലിയ ഒരു പാളിച്ചയിലേക്കാണ്. കാരണം ഈ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ, കാരണം ഇപ്പോൾ രണ്ടു രീതിക്കും സംശയം ഉയരുന്നുണ്ട്. ഈ രണ്ടുപേരും മരണപ്പെട്ട സ്ഥിതിക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുക വളരെ പ്രയാസമാണ്. ആരെങ്കിലും ഇയാളെ ഇവരെ രണ്ടുപേരെയും അപായപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ? അതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം തുടർന്നുള്ള റിപ്പോർട്ടുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇനി മറ്റൊന്നുകൂടി ആളുകൾ ഉന്നയിക്കുന്ന സംശയമെന്ന് വെച്ചാൽ, ഇയാൾ ആ കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ട് പുറത്തറിയും എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ കൊന്നുകളഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മനസ്താപം തോന്നി ഇയാൾ ആത്മഹത്യ ചെയ്താണോ, അല്ലെങ്കിൽ ഇനി പ്രണയമായിരുന്നോ? പ്രായത്തിൻ്റെ ഇത്രയും അന്തരമുണ്ടെങ്കിലും കുട്ടിയാണ്. കാരണം എന്നാണ് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുവാൻ, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ലോകത്തിൽ ജീവിക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്, തനിക്ക് പ്രണയിക്കാൻ പറ്റിയ ആളല്ല എന്നൊന്നും ബോധ്യപ്പെടാതെ, മനസ്സിലാകാതെ ഇയാളുമായി പ്രണയത്തിലായതോ ആണോ, ഇനി രണ്ടുപേരും അങ്ങനെ ആത്മഹത്യ ചെയ്താണോ എന്നൊക്കെ സംശയങ്ങൾ നിഴലിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ പ്രദേശത്ത്. മറ്റൊന്നുകൂടിയുണ്ട്, അവിടെയുള്ള ആളുകളൊക്കെ ഈ വാർത്താമാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ആ മൃതശരീരം 11 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ദുർഗന്ധം പുറത്തു വന്നിട്ടും അറിയാതിരുന്നത് അടുത്തൊരു കോഴി ഫാം ഉണ്ടായിരുന്നു. ഈ കോഴി ഫാമിൽ നിന്ന് വരുന്ന ദുർഗന്ധം വളരെ അധികമായിരുന്നത് കൊണ്ട് ഈ ദുർഗന്ധത്തെ, ഈ മൃതശരീരത്തിൻ്റെ ദുർഗന്ധത്തെ കവച്ചു വെക്കുന്ന രീതിയിലായതുകൊണ്ടാണ് ദുർഗന്ധം തിരിച്ചറിയാൻ പറ്റാത്തത് എന്നാണ്. എന്തായാലും നമ്മുടെ സാമൂഹ്യ സാഹചര്യം എത്ര മോശമാണെന്നാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത്. 2-3 ദിവസം മുമ്പാണ് മലപ്പുറത്ത് നിന്ന് 2 പെൺകുട്ടികൾ അപ്രതീക്ഷിതരായത്. അവർ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട ഏതോ ഒരാളുടെ വിവാഹത്തിന് പോയതാണെന്ന് പറയുന്നു. മുംബൈയിൽ പോയി ഒരു സലൂണിൽ പോയി മുടിയൊക്കെ ബോബ് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു വന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പെൺകുട്ടികളുടെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. വീട്ടുകാരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒക്കെ പറഞ്ഞു പോകുന്ന കുറച്ച് സംഭാഷണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ദുരൂഹത നീങ്ങുന്നതിന് മുമ്പാണ് ഇത്തരമൊരു സംഭവത്തിൽ കൂടി കേരളം നടന്നു പോകുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തുപറ്റി എന്ന് ചോദിക്കേണ്ട ചോദ്യമാണിത്. കാരണം നമ്മൾ ഇത്ര നാളും ആൺകുട്ടികൾ അവർ മയക്കുമരുന്നിനും അതുപോലെ MDMAയ്ക്കുമൊക്കെ അടിമയാകുന്ന സാഹചര്യങ്ങൾ കണ്ടു. വീട്ടുകാരെ ക്രൂരമായി കൊല ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടു. ചുറ്റിയെ കടിച്ചും അങ്ങനെ ഒരുപാട് രീതിയിൽ കൊല ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടു. ഇപ്പോൾ പെൺകുട്ടികളും ആ രീതിയിൽ. കാരണം തലയിലൊന്ന് ആലോചിക്കുവാൻ തലച്ചോറില്ലേ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് സംഭവങ്ങളുടെയൊക്കെ പോക്ക്. ഇപ്പോൾ ഇയാളെന്ന് പറയുന്ന പ്രദീപ് എന്ന് പറയുന്ന ഏകദേശം 42 വയസ്സ്, അച്ഛൻ്റെയോളം തന്നെ പ്രായമുള്ള ആളാണ്. അയാളുമായിട്ടൊക്കെ പ്രണയത്തിലാകുക എന്ന് പറയുന്നത് എത്രത്തോളം മനസ്സിലാകാത്തൊരു സാഹചര്യമാണ്. അതുപോലെ ആ പെൺകുട്ടികൾ, മലപ്പുറത്ത് നിന്ന് വീട് വിട്ടു പോയ പെൺകുട്ടികൾ, കുറേ ചിത്രങ്ങൾ കൂടി, വീഡിയോകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഈ കൊച്ചിയിലും അതുപോലെ ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ പൊതു ഇടങ്ങളിൽ ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിച്ച്
അക്രമം നടത്തുന്ന പെൺകുട്ടികൾ, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് സ്റ്റേഷൻ അക്രമം നടത്തിയ പെൺകുട്ടി, കാമുകനോടൊപ്പം പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത MDMA ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ, നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു വലിയ ചോദ്യം ഉയരുന്ന സമയമാണിത്. ഈ കാസർഗോട്ടെ കാര്യം തന്നെ എടുത്തു ചർച്ച ചെയ്താൽ അത് വേറൊരു രീതിയിൽ, ഡ്രഗ്സിൻ്റെ ഉപയോഗം വേറൊരു രീതിയിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് മൊത്തമായ ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുകൂടി പറയട്ടെ, ഈ മാതാപിതാക്കന്മാരുണ്ട്. കാരണം പ്രായപരിധി, ഇപ്പോൾ പ്രദീപ് 42 വയസ്സാണ്, ഈ പെൺകുട്ടി ശ്രേയയ്ക്ക് 15 വയസ്സാണ് എന്ന് കരുതി അവരെ അടുത്തിടപഴകാനൊക്കെ അനുവദിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നാണ്. നമ്മുടെ കെട്ട ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഓപ്പൺ സെക്സ് ശരിയാണെന്ന്, ആരുമായിട്ടും എപ്പോഴും എങ്ങനെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് ഒരു ധാരണ ആളുകൾക്കിടയിലേക്ക് പകർത്തുവാൻ ഇവിടെ സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരും ഒക്കെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികം സ്വാതന്ത്ര്യം ആർക്കും എവിടെയും കൊടുക്കാതിരിക്കുക, ഏതിടങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ആർക്കും അനുവദിക്കാതിരിക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി എനിക്ക് വെക്കാറുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എന്നെ എന്താണ് തന്തബൈബെന്നോ അല്ലെങ്കിൽ പടുകിഴവനോ എന്നൊക്കെ വിളിച്ചേക്കാം. പക്ഷെ അതൊരു അനുഭവത്തിൻ്റെയൊക്കെ പിൻബലത്തിൽ നിന്ന് പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആദ്യമോ രണ്ടാമതോ മൂന്നാമതോ ഒന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. വീടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളാൽ കൊല ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇന്ത്യയുടെ ഒരു ശരാശരി എടുത്തു നോക്കിയാൽ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അച്ഛനോടോ അമ്മാവനോടോ ഒക്കെ ഊമിച്ച് വീട്ടിൽ കയറി സഹകരിക്കുവാൻ അനുവദിക്കുന്ന ആളുകളാൽ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സെക്സ്വൽ ഹരാസ്മെൻറ്റിന് വിധേയമാകുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അന്നത് വലിയ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ മിക്കപ്പോഴും പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് പിതാക്കന്മാരെക്കാൾ മാതാക്കന്മാരാണ്. കാരണം അവരുടെ ഓരോ മൂവ്മെൻറ്റുകളും അല്ലെങ്കിൽ അവരുടെ ഓരോ ശാരീരിക ഭാഷയും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് അമ്മമാർക്കാണ്. അതുകൊണ്ട് അമ്മമാരാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന ഒരു നിർദ്ദേശം കൂടി എനിക്ക് വെക്കാറുണ്ട്. കാരണം അധികം ഇടപെടലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലത്ത് നിന്ന് പല സാഹചര്യങ്ങൾ വരുന്ന ആളുകളാണ്. അവരുടെ ചിന്തയും അവരുടെ വിചാരങ്ങളുമൊക്കെ വ്യത്യസ്തമായിരിക്കും. ആരുടെയും മനസ്സിനെ നമുക്ക് ചൂഴ്ന്നറിയാൻ കഴിയില്ല. അവരുടെ മനസ്സിൽ എന്താണ് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയില്ല. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണെന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ അമ്മമാർ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. സമൂഹം നമ്മളെ പിന്തിരിപ്പന്മാരെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെ എന്താണ് തന്തവൈബെന്നോ പഴയ കാലഘട്ടത്തിലെ ആളെന്നോ ഒക്കെ വിളിച്ചു കൊള്ളട്ടെ. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ജീവനാണ്, അവരുടെ ഭാവിയാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലൊക്കെ ഇടപെടലിലൊക്കെ സൂക്ഷ്മത പുലർത്തണം എന്നത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.